വെൽക്കം ബാക്ക്. നമ്മൾ സ്ട്രിങ്സ് എന്താണെന്ന് പഠിച്ചു, പിന്നെ സ്ട്രിങ് സ്ലൈസിങ് പഠിച്ചു. ഇതിപ്പോൾ നമ്മൾ 6th മോഡ്യൂളിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്, മൂന്നാമത്തെ ലെക്ചറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. കൺസെപ്ച്വലി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രിങ് മെത്തേഡ്സ്. അപ്പോൾ എന്താണ് മെത്തേഡ് എന്നുള്ളത് നമുക്കറിയണം. നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്ന നമ്മളത് ഉപയോഗിക്കും, എന്നിട്ട് അതിനെപ്പറ്റി ഒരു ചിന്തിക്കും, പിന്നെ അതിനെ കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കും. ആ ഒരു സ്റ്റൈലിലാണ് നമ്മളെല്ലാ കാര്യവും പഠിക്കുന്നത്. അതേപോലെ തന്നെയാണ് പൈത്തണിലും. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ 5ാമത്തെ ലെക്ചറിൽ നമ്മൾ ഫങ്ഷൻ കുറേയൊക്കെ വൃത്തിയായിട്ട് പഠിച്ചു. ഇനി അതിലും അതിൻ്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരും. മെത്തേഡ്സ് നമ്മൾ ലിസ്റ്റിൽ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം. ഒരു ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നൊരു ഫങ്ഷനാണ്. വേണം ഇവിടെ ടൈപ്പ് ചെയ്യാം. മെത്തേഡ്സ് ആർ ഫങ്ഷൻസ് അസോസിയേറ്റഡ് with an object, say strings. അപ്പോൾ സ്ട്രിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഫംഗ്ഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സ്ട്രിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ കുറേ ഫംഗ്ഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിന്ന് പഠിക്കും. ഇപ്പോൾ str.upper, അപ്പോൾ അപ്പർ എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. അത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം? ഒരു സ്ട്രിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് str1 എന്ന് പറഞ്ഞ സ്ട്രിങ് ഉണ്ട്. Python is an easy language. ഇതൊരു സ്ട്രിങ് ആണ്. അപ്പോൾ ഞാൻ വെറുതെ അപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, എറർ വരും. നോക്കിക്കോളൂ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പർ ഇസ് നോട്ട് ഡിഫൈൻഡ്. അപ്പർ എന്ന് വെറുതെ എഴുതുമ്പോൾ അപ്പർ ഒരു ഫങ്ഷനാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പർ എന്ന് കേട്ടപ്പം പൈത്തൺ ഞെട്ടി. അപ്പർ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അപ്പർ നമ്മൾ വിളിക്കേണ്ടത് എങ്ങനെയായിരുന്നു? str1.upper. അപ്പോൾ അപ്പർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സ്ട്രിങ് str1. അപ്പോൾ എന്ത് പറഞ്ഞു? അപ്പർ എന്ന് പറഞ്ഞ വെച്ചാൽ ഫങ്ഷൻ വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് str1. അപ്പോൾ str1ൻ്റെ മേലെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം. അപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലെറ്റേഴ്സും എല്ലാ ക്യാരക്ടേഴ്സും അത് അപ്പർ കേസാക്കി മാറ്റും, എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സാക്കി മാറ്റി. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഒരു വേരിയബിളിൽ വേണമെങ്കിൽ കലക്ട് ചെയ്യുകയും ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പം പൈത്തൺ ഇസ് എൻ ഈസി ലാംഗ്വേജ് എന്ന് കൊടുത്തു. അത് പി ക്യാപിറ്റലാണ്, ബാക്കിയൊക്കെ സ്മോളാണ്. വേറൊരു ഫങ്ഷനുണ്ട് str1.lower. അത് റൺ ചെയ്യാം. ഇത് കോഡാക്കണം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ബൈ ഡിഫോൾട്ട് കോഡാണെങ്കിൽ മാത്രമേ റൺ ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ഇത് റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ കണ്ടില്ല, ഇവിടെ 3 എന്ന് വന്നു. അപ്പോൾ എന്തായി? str1.lower എന്ന് പറഞ്ഞപ്പോൾ ഈ ക്യാപിറ്റൽ ലെറ്റർ മാറി. നമുക്ക് വേറൊരു സ്ട്രിങ് എടുക്കാം, str2. മെത്തേഡ്സ് are functions associated with an object. ഇവിടെ കൊടുത്തപ്പം അവസാനത്തെ അക്ഷരങ്ങൾ എന്താണ്?
ക്യാപിറ്റലാണ്. നമുക്ക് str2 ഡോട്ട് ലോവർ എന്ന് കൊടുത്ത് നോക്കാം. str2 ഡോട്ട് ലോവർ എന്ന് പറയുമ്പോൾ എല്ലാം ലോവർ കേസാക്കി മാറ്റും, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആക്കി മാറ്റും. റൺ ചെയ്യാം, ചെറുതാക്കി. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇതൊരു ഫങ്ഷനാണല്ലോ, ഇത് ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഫങ്ഷൻസാണ് ഈ ബിൽറ്റ് ഇൻ ഫങ്ഷന്. നമുക്ക് അത് ഒരു കാര്യം ചെയ്യുകയും ചെയ്യും, അത് വേണമെങ്കിൽ ഒരു സംഭവം റിട്ടേൺ ചെയ്യുകയും ചെയ്യും. നമുക്ക് റിട്ടേൺ ചെയ്യുന്ന സാധനത്തിന് വേണമെങ്കിൽ കളക്ട് ചെയ്യാം. ഈ str, അപ്പോൾ എന്താ പറയുക, str അപ്പർ ക്യാപിറ്റൽ എന്ന് പേര് കൊടുക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്കി. എന്ത് ചെയ്യുന്നു, str2 ഡോട്ട് അപ്പർ എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, str2 ഡോട്ട് അപ്പർ അപ്പർ ഈസ് എ സ്ട്രിങ് മെത്തേഡ്. അപ്പർ എന്ന് പറയുന്നൊരു ഫങ്ഷനാണ് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ സ്ട്രിങ് str2. അപ്പോൾ അതിൻ്റെ മേലെ ഓപ്പറേറ്റ് ചെയ്തു, അതിനെല്ലാം പിടിച്ച് അപ്പർ കേസ് ലെറ്റർ ആക്കുന്നു, ക്യാപിറ്റലാക്കുന്നു. എന്നിട്ട് എവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു, str ക്യാപിറ്റൽ എന്ന് പറഞ്ഞ വേരിയബിളിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് സ്ക്രീനിൽ വന്നില്ല. ഇത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഫോറത്തിൽ ചോദിക്കണം. അങ്ങനെ നിങ്ങൾക്ക് സംശയം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയർ ആവും. ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് കാണണം എന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുക്കണം. പ്രിൻ്റ് str ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു, അപ്പറും ലോവറും പഠിച്ചു. ഇനി വേറെ ഭയങ്കര ഒരു സംഭവമുണ്ട്, ഫൈൻഡ് ഭയങ്കര ഒരു ഇതാണ്. ഇപ്പോൾ ഫൈൻഡ് str2 ഡോട്ട് ഫൈൻഡ് സബ്സ്ട്രിങ് എന്ന് പറയും. നമുക്ക് എന്താ അതെന്നുള്ള ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. str2 find sub returns the index of the first occurrence of substring. അപ്പോൾ ഇവിടെ ഒരു സബ്സ്ട്രിങ് കൊടുക്കണം. str2ൽ എന്താണ്, അസോസിയേറ്റഡ് വിത്ത് എ ഫങ്ഷൻ അല്ലേ. അപ്പോൾ ഞാൻ വിത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ RARE കൊടുക്കാം, അതൊരു സബ്സ്ട്രിങ് ആണല്ലോ. അപ്പോൾ ഇതെന്ത് തരും, തിരിച്ചു തരും, ഒരു ഇൻഡെക്സ് തിരിച്ചു തരും. ഏതായിരിക്കും ഇൻഡെക്സ്? ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് എ സബ്സ്ട്രിങ്. ഇവിടെ എവിടെയാണ് വന്നിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്നു. ഇത് ഇൻഡെക്സ് 0, ഇൻഡെക്സ് 1, ഇൻഡെക്സ് 2, ഇൻഡെക്സ് 3, ഇൻഡെക്സ് 4, ഇൻഡെക്സ് 5, ഇൻഡെക്സ് 6, ഇൻഡെക്സ് 7, ഇൻഡെക്സ് 8ലാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്താ വരുന്നതെന്ന് നോക്കാം. 8 വന്നു. ഇനി str2 dot find നമുക്ക് സബ്സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എയും ആകാം. ആദ്യമായിട്ട് എ എവിടെ വരുന്നത്? റൺ ചെയ്ത് നോക്കാം. അത് 8ാമത് തന്നെ വരുന്നത്. ആദ്യമായിട്ട് ക്യാപിറ്റൽ എ എവിടെ വരുന്നത്? -1. എവിടെയും വന്നില്ലെങ്കിൽ, ആ സബ്സ്ട്രിങ് എവിടെയും വന്നില്ലെങ്കിൽ എന്ത് തരും? നമുക്ക് -1 തരും. അപ്പം നമ്മൾ ഫൈൻഡ് പഠിച്ചു, അപ്പർ പഠിച്ചു, ലോവർ പഠിച്ചു. ഇനി സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രിപ്പ് മൂവ്സ് ലീഡിങ് ആൻഡ് ട്രെയിലിങ് വൈറ്റ് സ്പേസസ് ഫ്രം എ സ്ട്രിങ്. വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാങ്ക്, പിന്നെ ന്യൂ ലൈൻ, ഇതിനൊക്കെയാണ് നമ്മൾ വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് str2 അറിയാലോ. പ്രിൻറ്റ് str2. ഇത് സ്ട്രിപ്പ് ചെയ്തിട്ടുള്ള സാധനം നമ്മൾ പ്രിൻ്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ തന്നെയും പ്രിൻ്റ് ചെയ്യും. നമുക്ക് നോക്കാം.
അപ്പോൾ ഇവിടെ ഇത് വന്നത് ഞാനിത് കമൻ്റ് ആക്കണമായിരുന്നു. Methods are functions associated with an object. Please, to the editor, please delete last 30 seconds about split. ഇനി നമുക്ക് സ്പ്ലിറ്റ് നോക്കാം. സ്ട്രിപ്പ് എന്നുള്ള കമാൻഡ്, സ്ട്രിപ്പ് എന്നുള്ള മെത്തേഡ് നോക്കാം. സ്ട്രിപ്പ് എന്നുള്ള മെത്തേഡ് വളരെ നല്ലൊരു മെത്തേഡാണ്. അത് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം ഒന്നുകൂടെ ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കാം. റിമൂവ്സ് ലീഡിങ് ആൻഡ് ട്രെയിലിംഗ് വൈറ്റ് സ്പേസസ് ഫ്രം എ സ്ട്രിങ്. നമുക്കൊരു പുതിയ സ്ട്രിങ് എടുക്കാം, str4. ഇതിൽ ചിലപ്പോൾ നമ്മൾ ചില സാധനത്തിലെ ഹലോ ഹൗ ആർ യു അറിയാതെ കുറേ വൈറ്റ് സ്പേസസ് ഒക്കെ ഇവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? തുടക്കത്തിലുണ്ട്, അവസാനത്തിലുമുണ്ട്. എന്ത് വൈറ്റ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതൊരു നമ്മൾ ഒരു ടെക്സ്റ്റിനൊക്കെ ഭംഗി കുറയ്ക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്ട്രിപ്പ് ഉപയോഗിക്കാം. അപ്പോൾ str4 ഡോട്ട് സ്ട്രിപ്പ്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ തുടക്കത്തിലും കുറച്ച് വൈറ്റ് സ്പേസ് ഉണ്ട്, അവസാനവും വൈറ്റ് സ്പേസ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? അത് നമുക്ക് പോക്കാൻ പറ്റി. ഇനി നമുക്ക് സ്പ്ലിറ്റ് നോക്കാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഇത് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇൻറ്റു എ ലിസ്റ്റ് ഓഫ് സബ്സ്ട്രിങ് യൂസിങ് എ സ്പെസിഫൈഡ് സെപ്പറേറ്റർ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പിന്നെ str4 എടുക്കാം. പ്രിൻറ്റ് str4. അതിൽ നമുക്ക് ഹലോ ഹൗ ആർ യു എന്നല്ലേ ഉള്ളത്. ഓ വെച്ച് നമുക്കിതിനെ മുറിക്കാം, അല്ലെങ്കിൽ അതിന് പുതിയൊരു ഓ വെച്ച് നമുക്ക് മുറിക്കാം. str4 ഡോട്ട് സ്പ്ലിറ്റ് ഓ. നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. എവിടെയൊക്കെ ഓ ഉണ്ട് അവിടെ വെച്ച് ഈ സ്ട്രിങ്ങിനെ മുറിച്ചു. വേറൊരു കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു സ്ട്രിങ് എടുക്കുക. str5 ഈക്വൽ ടു മലയാളം. ഇതിന് നമുക്ക് എല്ല് എവിടെയൊക്കെ വരുന്നു വെച്ചാൽ അവിടെ വെച്ച് വേണമെങ്കിൽ മുറിക്കാം. അപ്പോൾ ഇത് ഒറ്റ സ്ട്രിങ് അല്ലേ, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എന്താണ്? str5 ഡോട്ട് സ്പ്ലിറ്റ് എൽ. എവിടേക്ക് എല്ല് വരുന്ന അവിടെ വെച്ചങ്ങ് മുറിക്കും. എന്നിട്ട് കിട്ടുന്ന ഉത്തരം ഒരു ലിസ്റ്റാണ്. എല്ലില്ല, എവിടെയൊക്കെ എല്ലുണ്ട് ആ എല്ലിനെ ഊരിക്കളഞ്ഞിട്ട് ഒരു ലിസ്റ്റാക്കി മാറ്റും. ഇതാണ് സ്പ്ലിറ്റ്. ഇത് നമ്മൾ പല എക്സസൈസൊക്കെ ചെയ്യുമ്പം നമുക്കിതിൻ്റെ വളരെ ആവശ്യം വരും. അപ്പോൾ ആവശ്യം വരുന്നതിനനുസരിച്ച് നമുക്കിതിനെ കൂടുതൽ മനസ്സിലാക്കാം. പിന്നെ ഉള്ളത് ജോയിനാണ്. ഈ സ്പ്ലിറ്റ് ഒരു അപ്പോൾ ജോയിൻ്റെ കാര്യം നോക്കാം നമുക്ക്.
ഇപ്പം നമുക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ MA അതിനെ വേണേൽ നമുക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു സംഭവം എടുക്കാം, ഒരു ലിസ്റ്റ് എടുക്കാം. L1 ഈക്വൽ ടു ഗുഡ് ബാഡ്. ഇതിനെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡോട്ട് ജോയിൻ, അതിനൊരു ആർഗ്യുമെൻ്റ് കൊടുക്കണം, അത് L1 ആണ്. ഇപ്പോൾ കൺകാട്ടിനേറ്റ് എ ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഗുഡും ബാഡും ജോയിൻ ചെയ്യും. നോക്കണേ എന്താ വരുന്നത്. ഇവിടെ ഇത് ഞാൻ കമൻ്റ് ആക്കിയില്ല. ഗുഡ് ബാഡ് നെയ്പ്പ് എനിക്ക് ഇതിങ്ങനെ ഇഷ്ടമില്ല. നമുക്ക് ഗുഡും ബാഡിൻ്റെ ഇടയിൽ സ്പേസ് വേണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വന്നു. ഇനി അതിൻ്റെ ഇടയിൽ എന്താ നമ്മളിവിടെ സ്ട്രിങ് കൊടുക്കുന്നത്, ഹ എന്ന് കൊടുത്തു വെച്ചു. ഗുഡ് ഹ ബാഡ്. ഇനി നമുക്ക് str1 ഉണ്ടായിരുന്നല്ലോ. മെത്തേഡ്സ് ആർ ഫങ്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഒബ്ജക്റ്റ്. str2 നമുക്കറിയാം, പ്രിൻറ്റ് str2. അതിനെനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. L2 ഈക്വൽ ടു str2 ഡോട്ട് സ്പ്ലിറ്റ്. എന്തു വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം, ഞാൻ ഒന്നും പറയുന്നില്ല, വെറുതെ സ്പ്ലിറ്റ് എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടല്ലോ, അത് വെച്ചായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് L2 കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, പ്രിൻറ്റ് L2. അപ്പോൾ L2 എന്താണ്, ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഇത് പ്രത്യേക ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഇസ് എ മെത്തേഡ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സ്ട്രിങ് str2. എന്നിട്ട് അത് റിട്ടേൺ ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്താണ്, ഇറ്റ്സ് എ ലിസ്റ്റ്. അപ്പോൾ മെത്തേഡ്സ് ആർ ഫങ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ലിസ്റ്റ് അയക്കുമ്പോൾ എനിക്ക് മറ്റേ സ്ലൈസിങ് ഒക്കെ ചെയ്യാം. ഇതിൻ്റെ ഒരു ആവശ്യമായിട്ട് വരുന്നൊരു കാര്യം പറഞ്ഞുതരാം. ഇതിന് ആവശ്യമായിട്ട് വരുന്ന കാര്യം ഇത് കോഡാക്കാം. ഇപ്പോൾ എനിക്ക് ലിസ്റ്റിൻ്റെ എല്ലാ പരിപാടികളും ചെയ്യാം. L2 1:2 എന്ന് പറഞ്ഞാൽ എന്താണ്, 6ഉം ഫങ്ഷനും മാത്രം എടുത്ത് ഇങ്ങോട്ട് വരും. ഇനി 1:3 ആണെങ്കിലോ അത് വരും. എനിക്ക് ലിസ്റ്റ് ഈ L2 1:3 വേറെ എവിടെയെങ്കിലും ചേർക്കാം, കൊണ്ട് L3 ആക്കാം. അപ്പോൾ ഇനി L3 എന്താണ്, L3 എന്താണ് നമുക്കറിയാം. L3 എന്ന് പറയുന്നത് R ഫങ്ഷൻസ്. ഇനി എനിക്ക് ഈ L3നെ ജോയിൻ ചെയ്യിക്കാം. എന്ത് വെച്ചിട്ട്, ഡോട്ട് ജോയിൻ L3. നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഗുണം, ഇപ്പോൾ L2 ആണല്ലോ നമ്മൾ ലിസ്റ്റ്. L2 എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് ആർ ഫങ്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഒബ്ജക്റ്റ്. L3 അല്ലെങ്കിൽ L4 ആവട്ടെ, L3 ::-1. ഞാൻ കഴിഞ്ഞ ലിസ്റ്റ് സ്ട്രിങ്ങിൻ്റെ സമയത്ത് ഒരു എക്സസൈസ് ആയിട്ട് തന്നാണ്. ഇവിടെ സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞിട്ടില്ല, പക്ഷേ സ്റ്റെപ്പ് എന്താണ്, -1. അപ്പോൾ സ്റ്റാർട്ട് എന്തായാലും -1 ആയതുകൊണ്ട് സ്റ്റാർട്ട് ഇങ്ങേ അറ്റത്തിൽ നിന്നായിരിക്കും, സ്റ്റോപ്പ് മറ്റേ അറ്റത്തായിരിക്കും. നമുക്ക് L4 എന്താണെന്ന് നോക്കാം. ഇനി
L2 കോളൻ കോളൻ -1 ആണെങ്കിലോ ഒബ്ജക്ട്സ് ആൻഡ് അസോസിയേറ്റഡ് ഫങ്ഷൻസ് ആർ മെത്തേഡ്സ് എന്ന് വന്നു L4. അപ്പോൾ അതിനെ ഇൻവേർട്ട് ചെയ്തു. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ .L4 ജോയിൻ L4 പാസ് ചെയ്യുക. ഇപ്പോൾ ജോയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇറ്റിൽ ടേക്ക് എ ലിസ്റ്റ് ആസ് എൻ ആർഗ്യുമെൻറ്റ്, എന്നിട്ട് അതിനെ ജോയിൻ ചെയ്യും. എങ്ങനെയായിരിക്കും ജോയിൻ ചെയ്യുന്നത്? ഈ കൊടുത്ത സ്ട്രിങ് വെച്ചിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ഫങ്ഷൻസ് ആർ മെത്തേഡ്സ്. ഇവിടെ ഇതിന് പകരം ഞാൻ XXX എന്ന് വല്ലതും കൊടുത്തെങ്കിൽ ക്ലിയർ അല്ലേ? അപ്പോൾ ഇനിയും പല മെത്തേഡ്സും ഉണ്ട്, നമുക്ക് ഓരോ ആവശ്യ അനുസരണം പഠിക്കാം. അപ്പം സമ്മറി ആയിട്ട് നമ്മൾ ഇത്രയാണ് പഠിച്ചത്, ഇത്രയും ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓർക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. str.upper, str.lower, str.find. ഫൈൻഡിന് ഒരു ആർഗ്യുമെൻറ്റ് കൊടുക്കണം, ഒരു സബ്സ്ട്രിങ് കൊടുക്കണം. പിന്നെ ഫൈൻഡിന് ഒന്നിൽ കൂടുതൽ ആർഗ്യുമെൻറ്റ് കൊടുക്കുക. അത് നമ്മൾ ആവശ്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം. സ്ട്രിപ്പ് പഠിച്ചു. റീപ്ലേസ് നിങ്ങൾ സ്വന്തം നോക്കുക ഓരോ കാര്യങ്ങൾ. ഇനി നിങ്ങൾ ത്രൂ മൊഡ്യൂൾ 6 ആയി. അപ്പോൾ ഇനി നമ്മൾ ഓരോ ആവശ്യം വരുമ്പോൾ കാര്യങ്ങൾ പഠിക്കാനും ഓരോ പുതിയ മെത്തേഡുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നിങ്ങൾ സ്വന്തം നോക്കുകയും സ്വന്തം മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ റീപ്ലേസ് സ്വന്തമായിട്ട് നോക്കുക, ഗൂഗിൾ ചെയ്ത് നോക്കുക, എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സ്പ്ലിറ്റും ജോയിനും പഠിച്ചു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ ബൈ.